ഹായ്, നമസ്കാരം. ബാബു സാർ. അപ്പോ നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഏകദേശം നമുക്ക് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ കാര്യങ്ങൾ ക്ലിയർ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കേരളത്തിനെ കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപാട് മോശം പ്രചാരണങ്ങൾ നടന്നു. കേരള സ്റ്റോറി പോലുള്ള സ്റ്റോറികളൊക്കെ, സിനിമകളൊക്കെ ഇറക്കി നമ്മളെ ഒരുപാട് മോശം രീതിയിലേക്ക് ചിത്രീകരിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓരോ സമയത്തും നമ്മളത് നമ്മുടെ മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. കാരണം ഇന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്തത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. ഉസ്താദിന് ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്തത്. അതേപോലെ നിമിഷപ്രിയക്ക് വേണ്ടി കയ്യും മെയ്യും മറന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞത് ബോച്ചയാണ്. ബോച്ച ഒരു ക്രിസ്ത്യാനിയാണ്. ബോച്ചയ്ക്കും പടച്ചറപ്പ് അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകട്ടെ. നിമിഷപ്രിയ ഹിന്ദുവാണ്. ഹിന്ദുവായ നിമിഷപ്രിയക്ക് വേണ്ടി ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും കൈകോർത്ത് ഇറങ്ങുന്ന ഒരു രംഗം, അതൊരു പ്രത്യേക രംഗം തന്നെയാണ്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എന്തായാലും ഈ ഒരു മതസൗഹാർദ്ദം നമ്മുടെ കേരളത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന്